വിദ്യാദീപത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2ാം ക്ലാസ്സിലെ 5ാമത്തെ യൂണിറ്റായ അണ്ണാൻ കുഞ്ഞും ആനമൂപ്പനും എന്ന പാഠത്തിൻ്റെ 4ാം ഭാഗം. ഇതിൽ കഥ പൂർത്തിയാക്കാം, കടങ്കഥകൾ, ജീവികളെ തരംതിരിച്ചെഴുതാം എന്നിവ ഉൾപ്പെടുത്തിയിരിക്കുന്നു. മിട്ടുമുയലും ചെമ്പൻ ചെന്നായും. ഒരിക്കൽ പഞ്ചവൻ കാട്ടിൽ മിട്ടു എന്ന ഒരു മുയലുണ്ടായിരുന്നു. അവൻ എന്നും പുഴയുടെ തീരത്തുള്ള കൂട്ടുകാരോടൊപ്പം കളിക്കാൻ പോകും. ഒരു ദിവസം തീറ്റ തേടി പോകുമ്പോൾ മിന്നു ആമയെ കണ്ടു. അവൻ മിന്നുവിനോട് ചോദിച്ചു, ചങ്ങാതി, നമുക്ക് പണ്ടത്തെ പോലെ ഒരു ഓട്ടമത്സരം നടത്തിയാലോ? മിന്നു പറഞ്ഞു, അയ്യോ, ഞാനില്ല, എനിക്ക് ഓടാൻ ഒട്ടും വയ്യ. നമുക്ക് മറ്റെന്തെങ്കിലും കളികൾ കളിക്കാം. ശരി, നമുക്ക് പുഴയുടെ തീരത്തുള്ള ക്യാരറ്റ് തോട്ടത്തിൽ നിന്ന് ക്യാരറ്റ് തിന്ന് പുഴയിലെ വെള്ളത്തിൽ നീന്തി കളിക്കാം, മിട്ടു പറഞ്ഞു. മിന്നു ആമ സമ്മതിച്ചു. അവർ ക്യാരറ്റ് തോട്ടത്തിൽ നിന്നും നല്ല മുഴുത്ത ക്യാരറ്റ് കുഴിച്ചെടുത്ത് തിന്നു. അതിനുശേഷം ആമയുടെ പുറത്ത് കയറി മിട്ടു മുയൽ പുഴയിലൂടെ കളിച്ചു രസിച്ചു. ക്ഷീണിച്ചപ്പോൾ അവർ വീട്ടിലേക്ക് മടങ്ങാൻ തീരുമാനിച്ചു. ഇന്ന് മതി, ഇനി ഞാൻ നാളെ വരാം, അപ്പോൾ കളിക്കാം, മിട്ടു പറഞ്ഞു. മിന്നു ആമ സമ്മതിച്ചു. അവൻ വീട്ടിലേക്ക് മടങ്ങി. പാട്ടും പാടി പോകുന്ന വഴിയിൽ മുന്നിൽ ഒരു ശബ്ദം. മിട്ടു തിരിഞ്ഞോടാൻ തുടങ്ങുമ്പോഴേക്കും മുന്നിൽ ചെമ്പൻ ചെന്നായ കണ്ണും തുറിച്ച് നാവും നീട്ടി നിൽക്കുന്നു. രക്ഷിക്കണേ, രക്ഷിക്കണേ, അവൻ നിലവിളിച്ചു. അവൻ സർവ്വശക്തിയും എടുത്ത് തിരിച്ച് ഓടി. എങ്ങനെയും രക്ഷപ്പെട്ടേ മതിയാവൂ. അവനൊരു സൂത്രം തോന്നി. അവൻ മിന്നു ആമയുടെ അടുത്തേക്ക് ഓടി. മിന്നുവിനോട് മിട്ടു പറഞ്ഞു, ചെമ്പൻ ചെന്നായ എൻ്റെ പുറകെയുണ്ട്, എന്നെ നീ ആ കുഴിയിൽ ഒളിപ്പിക്കാമോ? ആമ സമ്മതിച്ചു. മിട്ടു ഓടി ക്യാരറ്റ് കുഴിച്ച കുഴിയിൽ കയറി ഒളിച്ചു. മിന്നു പതുക്കെ ആ കുഴിയുടെ മുകളിൽ കയറിയിരുന്നു. തലയും കൈയും കാലും തോടിന് അകത്തേക്ക് വലിച്ചു. അപ്പോൾ ഒരു പാറയാണെന്നേ കണ്ടാൽ തോന്നും. ചെമ്പൻ ചെന്നായ ഓടി വന്നു. അവിടെ ആരെയും കണ്ടില്ല. മിട്ടുവിനെ തിരഞ്ഞ് മറ്റൊരു വഴിക്ക് ഓടിപ്പോയി. ചെമ്പൻ പോയപ്പോൾ മിട്ടു പുറത്തു വന്നു. കൂട്ടുകാരനോട് നന്ദി പറഞ്ഞു. ആപത്തിൽ രക്ഷിച്ച നീയാണ് എൻ്റെ ഉറ്റ ചങ്ങാതി. നന്ദിയുണ്ട് ചങ്ങാതി, നമുക്ക് നാളെ കാണാം. അങ്ങനെ മിട്ടു വീട്ടിലേക്ക് പോയി. തരംതിരിക്കാം, എഴുതാം. പ്രസവിക്കുന്ന ജീവികൾ: പശു, ആട്, ആന, പട്ടി, പൂച്ച, സിംഹം, പുലി, കടുവ, കുരങ്ങൻ, ജിറാഫ്, കുതിര, അണലി, മനുഷ്യൻ, മുയൽ, കുറുക്കൻ. മുട്ടയിടുന്ന ജീവികൾ: കോഴി, താറാവ്, ആമ, കാക്ക, തത്ത, മൈന, പാമ്പ്, മുതല, ഉറുമ്പ്, പല്ലി. കടങ്കഥ: ആനയുമായി ബന്ധപ്പെട്ട കടങ്കഥകൾ. 1. ഒരമ്മ മുറം വീശിപ്പോകുന്നു. ആന. 2. വിശറി വീശി നടക്കുന്നു, ചൂട്ടുമിന്നി നടക്കുന്നു, വേലി തപ്പി നടക്കുന്നു, കിണ്ണമിട്ട് നടക്കുന്നു. ആന. 3. കാട്ടിലുണ്ടൊട്ടേറെ കുട്ടിയുരുളി. ആനച്ചുവടുകൾ. 4. കറുത്ത പാറയ്ക്ക് 4 തൂൺ. ആന. കാട്ടിലൊരു കരിമ്പാറ ഉരുണ്ടുരുണ്ടു പോകുന്നു. ആന. 6. കറുത്ത പാറയ്ക്ക് വെളുത്ത വേര്. ആനക്കൊമ്പ്. മൃഗങ്ങളുടെ ശബ്ദങ്ങളും പ്രയോഗങ്ങളും.